ഏട്ടാ ഏട്ടാ എണീക്ക്. ദാ ചായ. നേരെ ഒരുപാടായോ? 8 മണി കഴിഞ്ഞു. നിന്റെ ഉറങ്ങാൻ ലേറ്റ് ആയില്ലേ? അതാ. നിനക്ക് എവിടെയോ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ, നിർമ്മാല്യം തൊഴാൻ പോയോ? ഉവ്വ്. ഞാനൊന്നും അറിഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതുപോലൊരു ഉറക്കം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോയല്ലോ, അതിന്റെ ഒരു റിലാക്സേഷനാ. ഇവിടെ ഇരിക്കെ. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ലേശം റൊമാൻസ് കൂടിയോ എന്നൊരു സംശയം. കൂടിയോ? ഇല്ല. ഹൗ, ഇപ്പോഴൊരു സമാധാനമായത്. ബേസിക്കലി ഞാനൊരു കലാകാരനാണല്ലോ, അതുകൊണ്ട് ഏത് ഇമോഷനും അല്പം കൂടുതലായിരിക്കും. ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യം, സ്നേഹം വന്ന ഭയങ്കര സ്നേഹം. എന്നതിന് ദേഷ്യം വരണ്ട, സ്നേഹം മാത്രം മതി. അതത്രേ ഉള്ളൂ. നിങ്ങളുടെ പെർഫോമൻസ് നോക്കാണ് ഞാൻ വരുന്നത്. അവിടെ വന്നാലും ഞാനൊരു അക്ഷരം മിണ്ടില്ല. എല്ലാം നിങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. വരൂ. ഗൗരി എന്ത് ചെയ്യും? വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വിഷയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറ് പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്നില്ലേ? അതിന്റെ ഫിനാൻസിന് വേണ്ടി സിഗ്മ ഫിനാൻസിലേക്ക് വിളിച്ചിരുന്നല്ലോ. ഓ, അവിടെ നിന്നാണോ? അപ്പൊ ഇവര് രണ്ടുപേരും ഞങ്ങളുടെ പുതിയ സ്റ്റാഫാണ് സാർ. ആ, ആണോ? നന്നായി. ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഇന്ന് ചെയ്തതേ ഉള്ളൂ. അതും നന്നായി. അമ്മേ, ഒന്ന് വന്നേ. എന്നെ കൊണ്ട് ഫിനാൻസ് എടുപ്പിക്കാൻ കമ്പനിന്ന് റെപ്രസെന്റേറ്റീവ്സ് വന്നിരിക്കുന്നു. നാറ്റിക്കാനുള്ള പരിപാടിയാ. ആ, അച്ഛാ, ഇവര് സിഗ്മ ഫിനാൻസ്. നമസ്കാരം. നമസ്കാരം സാർ. എന്റെ കാറിന്റെ ലോൺ തരാൻ വേണ്ടി വന്നതാ. ഇത് മാനേജർ. ഹലോ. ഹലോ സാർ. ഇവര് രണ്ടാളും ഇന്ന് ജോയിൻ ചെയ്ത എക്സിക്യൂട്ടീവ്സാ. എന്താണ് എക്സിക്യൂട്ടീവ്സിന്റെ പേര്? ഗൗരി, വേദ. എവിടെയാ നിങ്ങൾ താമസിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എവിടെയാ താമസം? ഹോസ്റ്റലിലാ. അതെന്താ, സ്വന്തമായിട്ട് വീടില്ലേ? വീടുണ്ട്, അത് വിറ്റു. ഇനി പുതിയൊരെണ്ണം മേടിക്കണം. എന്തിനായിട്ടാ അവരെ ശല്യം ചെയ്യുന്നത്? ചുമ്മാ ഒരു രസം. സോറി, എനിക്ക് മുറി മാറിപ്പോയതാ. വേദ ഇപ്പൊ ഇവിടെയാണോ താമസം? ഞാനും സ്വാതിയും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ ഇറങ്ങിയതാ. സ്വാതി, വിഷ് ചെയ്യുന്നില്ലേ? നമസ്കാരം. മറ്റവളോടെ? മറ്റവളല്ലേ അടുത്ത് നിൽക്കുന്നത്, പർവ്വതം പോലെ. ഞാൻ ഗൗരിയെ കുറിച്ചാ ചോദിച്ചത്. ആ, സത്യം പറയാലോ, നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഹണിമൂണാ, വീട്ടിലൊരു പ്രൈവസി ഇല്ല. ഒരു ദിവസത്തെ കാശ് അഡ്വാൻസ് കൊടുത്തുപോയി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ റൂം വെക്കേറ്റ് ചെയ്തേനെ. ആ പഴയ ലോഡ്ജിൽ നിന്ന് എന്താ മാറിയേ? തോന്നി. അതേതായാലും നന്നായി. അവിടെ പരിസരം അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? അത് ചോദിക്കാൻ നീ ആരാ? സ്വാതി, ഏട്ടന്റെ ഭാര്യ. ഏട്ടന്റെ ഭാര്യ ഏട്ടന്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. എന്റെ സുഖവിവരങ്ങൾ തിരക്കണ്ട. അതിന് ഇവളൊന്നും പറഞ്ഞില്ലല്ലോ.
ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചതിനാണോ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? നമ്മൾ വന്നത് അവർക്ക് ഇഷ്ടമായില്ലേ? കണ്ടാലും മതി. ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. അവരുടെ സമാധാനം ഇതോടെ പോയി. വേണ്ടായിരുന്നു ഏട്ടാ. അയ്യോ, ആ സ്വാതി ചൊറിഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റെങ്കിലോ. അയ്യോ, അടിപൊളി. അങ്ങനെ തന്നെ വേണം. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ശരീരം പൊട്ടണം. അവരിപ്പൊ തന്നെ സ്ഥലം വിടും. നമ്മളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കുമെന്ന് അവര് മനസ്സിലാക്കട്ടെ. ഇതെന്താ ഇങ്ങനെ ചൊറിയുന്നത്? ശ്ശോ. ശരിയാണല്ലോ, എനിക്കും ചൊറിയുന്നുണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ആരാ? ഹായ്. അയ്യോ, നീയൊക്കെ എന്താടി വിചാരിച്ചത്? നായ്ക്കുറിനെ പൊടി ഷീറ്റിൽ വെതറി കൊടുത്തുവിട്ടാ ഞാൻ അറിയില്ലെന്നോ? എടി, ഈ ഹോട്ടലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ. ഇവിടുത്തെ ഓരോ സ്റ്റാഫും എനിക്ക് പരിചയമുള്ളവരാ. ആ പയ്യൻ വന്ന് വിവരം എൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞു. ഞാൻ തന്നെയാ എന്നാൽ ആ ഷീറ്റ് കൊണ്ടുപോയി ഈ മുറിയിൽ വിരിക്കാൻ അവനോട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ വാങ്ങിയ നായ്ക്കുറിനെ പൊടി വിതറിയ ഷീറ്റില നിങ്ങൾ ഇപ്പൊ കടന്ന് മറിഞ്ഞത്. ചൊറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ചൊറിച്ചിലൊരു 1.5 മണിക്കൂറെങ്കിലും നീളും. ആ ചൊറിഞ്ഞോ ചൊറിഞ്ഞോ, അങ്ങനെ തന്നെ. ആ ചൊറിഞ്ഞ് ആസ്വദിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറി. ആ അങ്ങനെ തന്നെ ചൊറിഞ്ഞു. എനിക്ക് ചൊറിഞ്ഞു. അയ്യോ, അപ്പൊ ഞാൻ പോട്ടെ. റൂമിലേ സ്വാതി തനിച്ച. ശരി, അപ്പോ ബൈ. പോടാ. അയ്യോ, എനിക്ക് ചൊറിയുന്നു. അയ്യോ, ഓ, എന്റെ പൊന്നു വേദ, നിന്റെ ഓരോ ഐഡിയകള്. നിനക്ക് സമാധാനമില്ലേ? സോറി. ഓ, ഒരു സോറി. അയ്യോ, ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്തിനാ? ശോ, ഇത് കുളിച്ചാൽ ശരിയാവോ? ചെലപ്പോ കൂടും. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് 500 രൂപയും പോയി. ചൊറിയേണ്ടി വന്നു. ഓരോരോ നേരത്തെ ഓരോ തോന്നലുകളെ. അയ്യോ, ഇവിടെ ഇരുന്ന് ചൊറിയാം. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ, ചൊറിഞ്ഞിട്ട് വയ്യ. അയ്യോ. ആ എന്തായി? ഇത് തന്നെ. വേണ്ടായിരുന്നു. ആ, അപ്പൊ അവര് നമ്മളെ ദ്രോഹിക്കാൻ നോക്കിയതോ? എന്നാലും ആലോചിച്ചപ്പോ പാവം തോന്നി. പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളല്ലല്ലോ സ്വാതി. അതായിരിക്കാം. എന്നാലും നമുക്ക് ഇവിടുന്ന് പോവാട്ടാ. ഇവിടെ നിൽക്കുന്തോറും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വേണോ? വേണം. അവര് നമ്മളോട് പല ക്രൂരതകളും കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നോക്കിയാ അവരും നമ്മളും തമ്മില് പിന്നെന്താ വ്യത്യാസം? കൊച്ചു കൊച്ചു ശിക്ഷകളൊക്കെ ആവാം. അത് വേണ്ടത്രയായി. ഇനി മതി. മതിയെങ്കിൽ മതി. പോണെങ്കി പോവാ. എന്നാ ഞാൻ റെഡിയാവട്ടെ. ശരി. എന്നോട് പിണക്കൊന്നുമില്ലല്ലോ? എന്തിന്? ഹണിമൂൺ പൊളിച്ചതിന്? ഒരിക്കലുമില്ല. നമ്മൾ എവിടെയാണോ അവിടെയാണല്ലോ ഹണിമൂൺ. അതിന് ഈ ഹോട്ടൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഉണ്ടോ? നാണം വരുമ്പോ നിന്റെ ഭംഗി ഇരട്ടിക്കും. കളിയാക്കണ്ടേട്ടാ. കളിയാക്കിയതല്ല, സത്യം. എന്നാ ഞാൻ റെഡിയാവട്ടെ. ഏട്ടാ ഞാൻ പോട്ടെ. വിട്ടേട്ടാ. പിടിച്ചിരിക്കുന്നതേ ഞാനല്ല, ഈ ബാഗാ. അയ്യോ, അതിന് നിന്റെ ഭാഷ മനസ്സിലാവില്ല. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാ എന്തുകൊണ്ട് നിനക്ക് നല്ലത്. വന്ന നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു കിട്ടും. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. എന്തായാലും നീല് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല.